1600 ഇനിയും കൂട്ടണമെന്നതാണ്. ഇടയ്ക്ക് കുറച്ചു കാലം മുടക്കം വന്നിട്ടുണ്ട് അല്ലേ? 4-5 മാസത്തെ മുടക്കം വന്നു. ആ മുടക്കം വന്നതിൽ 2 മാസത്തെ ഇപ്പം കിട്ടിയില്ലേ? 2 മാസത്തെ കിട്ടി, ബാക്കിയുള്ളതും കൊടുക്കും. ഒരു കാര്യം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ കഴുത്തിന് പിടിക്കുകയാണ്, നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പെൻഷനും ലൈഫിന്റെ കാശും അത് കൊടുക്കാതെ വേറൊരു കാര്യവും നടത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പഞ്ചായത്തിലെ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആട്ടിൻകൂട് വെക്കാൻ 98,000 രൂപ വീതം സഹായം കൊടുക്കാനുള്ളതാണ്. ആട്ടിൻകൂടിന് 98,000 കൊടുക്കുന്ന കേരളത്തിലാണ് വീട് വെക്കാൻ 72,000 കൊടുക്കുന്നത് മോഡി. ആകെ തരുന്നത് എത്ര? 72,000. എത്ര ആൾക്ക് തന്നു? 33,000. നമ്മൾ കൊടുക്കുന്നത് എത്ര? 4 ലക്ഷം. എത്ര പേർക്ക് കൊടുത്തു? 5,18,000 പേർക്ക് കൊടുത്തു. 4,22,000 പേര് വീട് പണി പൂർത്തിയാക്കി. 4,22,000 വീട് കൊടുത്തു എന്നത് നമ്മുടെ പത്രക്കാരും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ലൊരു കാര്യവും ഇവർ പറയില്ല, നല്ല ഒരു കാര്യവും ഇവർ ജനങ്ങളോട് പറയാറില്ല. ഒറ്റ ദിവസം നമ്മൾ 20,000 വീടിന്റെ താക്കോൽദാനം നടത്തി. 20,000 വീടിന്റെ കൊല്ലത്ത് വെച്ചാണ് നടത്തിയത്. മുഖ്യമന്ത്രി ഉണ്ട്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി. അന്ന് കേരളത്തിലാകെ 20,000 പുതിയ വീടുകളുടെ താക്കോൽദാനം നടത്തുകയാണ്. ഞാൻ പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കി, ഒരു വരി വാർത്തയില്ല, ഒരു വരി വാർത്തയില്ല. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നതിനൊപ്പം നിങ്ങൾ അരിക്കൊമ്പനെ കൂടി കൊണ്ടുവന്നാൽ ചിലപ്പോൾ വാർത്ത വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെയാണ് ക്യാമറ മുഴുവൻ അല്ലേ, മാധ്യമങ്ങൾ മുഴുവൻ. ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തരുത് എന്ന നിർബന്ധം ആർക്കുണ്ട്? ഈ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സർക്കാരിനെതിരായി വിവാദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കള്ളവിവാദങ്ങൾ പടച്ചുണ്ടാക്കുക. ഇതാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞിട്ടുണ്ടോ കേരളത്തിന്റെ 1,07,500 കോടി രൂപ 7 കൊല്ലം കൊണ്ട് മോദി ഗവൺമെന്റ് തരാതെ വെട്ടി ചുരുക്കി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? 1,07,500 കോടി രൂപയാണ് 7 വർഷം കൊണ്ട് കേരളത്തിന് അവകാശപ്പെട്ട തുക നമുക്ക് നൽകാതിരുന്നത്. ആ 1,07,500 കോടി നമുക്ക് കിട്ടിയെങ്കിലത്തെ സ്ഥിതി എന്താ? കേരളത്തെ സ്വർഗമാക്കിയിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിൽ ആർക്കായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചുമതല? കോൺഗ്രസിന്റെ ചുമതല നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക്. രമേശ് ചെന്നിത്തല നല്ല കുപ്പായൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി മഹാരാഷ്ട്രയിൽ പോയി, അവിടെയും BJPയെ ജയിപ്പിച്ച് തിരിച്ചു വന്നു. ജഗതി ഒരു സിനിമയിൽ പറയുന്നില്ലേ, ദേ എൻ്റെ മോൻ വന്നിരിക്കുന്നു തോറ്റു തുന്നമ്പാടി എന്ന് പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയും വേണുഗോപാലും BJPയെ ഏൽപ്പിച്ച് കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയൊരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്ത്യമായിരിക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം, ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പണം തരാതെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഞാൻ ആദ്യം എന്നൊരാൾ മറ്റേ അയിമ്പിൽ പിടിച്ചു, അവസാനം മൈക്ക് 2 കഷ്ണമായി. അല്ല, ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു. വേറൊരു സന്ദർഭത്തിലോ പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് വിളിച്ച വാക്ക്, അത് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും നിൽക്കണ്ട, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലേ, വിളിച്ച വാക്ക് എന്താന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ? എല്ലാവരും കേട്ടതല്ലേ? അതൊന്നും നമുക്ക് പറയാൻ കൊള്ളുന്ന വാക്കല്ല. ഒരു ലജ്ജയുമില്ലാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതിന്റെ ബാക്കി ഡിയർ എന്നായിരുന്നു എന്ന്. പ്രതിപക്ഷ നേതാവിനോട് ഇങ്ങനെയൊക്കെ പറയാമോ, നിങ്ങൾ എങ്ങനെയൊക്കെ വിളിക്കാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അത് അതിനൊക്കെ വലിയ തമാശ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ വിളിക്കുന്നത് കേട്ടാൽ നിങ്ങളൊക്കെ ഓടും എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലുതാണ് ഞാൻ വിളിക്കാറുള്ളതെന്ന്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, TV കണ്ടിട്ടുണ്ടാവും. ഇതാണ് കേരളത്തിലെ വലതുപക്ഷത്തിന്റെ പാപ്പരത്വം എന്ന് പറഞ്ഞാൽ. 1989 ശേഷം ആദ്യമായി ഉത്തരേന്ത്യയിൽ ഒരു ചെങ്കൊടി ഉയർന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ആ കർഷക സമരത്തിന്റെ നേതാവായ സഖാവ് അമ്രാറാം രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു തനി ഇന്ത്യൻ കർഷകനെ പോലെ തലയിൽ തലപ്പാവും ചുറ്റി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അമ്രാറാം ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ് പ്രത്യേകത. ആദ്യമായിട്ട് 89-ലാണ് അവസാനം ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് സീറ്റ് CPIM-ന് കിട്ടുന്നത്. അത് സഖാവ് സുഭാഷിണി അലി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ജയിച്ചതാണ്. കൊല്ലത്രയായി? 35 കൊല്ലായി. 35 കൊല്ലത്തിനിടയിൽ ഉത്തരേന്ത്യയിൽ ഒരു സീറ്റ്
പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യൻ പാർലമെന്റിലെത്തി. ഈ കർഷക സമരത്തിന്റെ നേതാവായ സഖാവ് അമ്രറാം. അപ്പൊ ഇടതുപക്ഷത്തിന്റെ പങ്ക് കിട്ടുന്ന സീറ്റിന്റെ മാത്രം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ജനങ്ങളെയാകെ സമരമുഖത്ത് അണിനിരത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വേണം വിലയിരുത്താൻ. അത് കഴിഞ്ഞു ഇപ്പൊ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എന്തുണ്ടായി? കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. BJP തിരിച്ചു വന്നില്ലേ? BJP തിരിച്ചു വന്നു. 6 മാസം മുമ്പ് തോറ്റ BJP തിരിച്ചെത്തി അധികാരത്തിൽ. എന്താ കാരണം? അവിടെ പ്രധാന മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. 6 മാസം കൊണ്ട് തന്നെ കോൺഗ്രസിനെ ആളുകൾക്ക് മടുത്തു. കോൺഗ്രസിന് ദയനീയമായ തിരിച്ചടിയുണ്ടായി. മാത്രമല്ല, കോൺഗ്രസിന്റെ അഹന്ത, മതനിരപേക്ഷ ശക്തികളെയാകെ ഒരുമിപ്പിക്കുന്നതിന് പകരം എല്ലാ സീറ്റും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ മാത്രം മതി എന്ന സമീപനം, അതിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് ഹരിയാനയിലുണ്ടായില്ലേ? അപ്പൊ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് മത്സരിച്ചിടത്തെല്ലാം കോൺഗ്രസിന് ദയനീയമായ പരാജയം. ആരാ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആൾ ഹരിയാനയിൽ? ഈ കേരളത്തിൽ നിന്ന് പോയ, ആലപ്പുഴയിൽ MP ആയ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഹരിയാനയിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ഹരിയാന BJPക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വേണുഗോപാൽ സമാധാനത്തോടെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ആർക്കായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചുമതല? കോൺഗ്രസിന്റെ ചുമതല നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക്. രമേശ് ചെന്നിത്തല നല്ല കുപ്പായൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി മഹാരാഷ്ട്രയിൽ പോയി. അവിടെയും BJPയെ ജയിപ്പിച്ച് തിരിച്ചു വന്നു. ജഗതി ഒരു സിനിമയിൽ പറയുന്നില്ലേ, ദേ എൻ്റെ മോൻ വന്നിരിക്കുന്നു തോറ്റു തുന്നമ്പാടി എന്ന് പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയും വേണുഗോപാലും BJPയെ ഏൽപ്പിച്ച് കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താ മഹാരാഷ്ട്രയിലെ സ്ഥിതി? 106 സീറ്റ് കോൺഗ്രസ് പിടിച്ചു വാങ്ങി. 106 സീറ്റ്. ആ 106 സീറ്റിൽ ആകെ ജയിച്ചത് 15 സീറ്റ്. 75 സീറ്റിൽ കോൺഗ്രസും BJPയും ഏറ്റുമുട്ടി നേരിട്ട്. 65ലും കോൺഗ്രസ് തോറ്റു. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനാവില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? 65ലും കോൺഗ്രസ് പരാജയപ്പെട്ടു. ആകെ 15 സീറ്റ്. ആ മഹാരാഷ്ട്രയിലും 3 സീറ്റ് CPM-നുണ്ട് കേട്ടോ. നമ്മളും കോൺഗ്രസും തമ്മിൽ അത്രേ വ്യത്യാസമുള്ളൂ. നമുക്ക് 3 സീറ്റ്, കോൺഗ്രസിന് 15 സീറ്റ്. അവിടെ ജയിച്ചതാരാണ്? ഈ കർഷക സമരത്തിന്റെ നേതാക്കളായിട്ടുള്ള വിനോദ് നിക്കോളയെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ അണിനിരത്തി BJPക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിൽ 8 വർഷമായി ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ തുടരുകയാണ്. 8 വർഷമായിട്ട് അധികാരത്തിലിരിക്കുകയാണ്. അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കോൺഗ്രസിനും ലീഗിനും അതുപോലെ തന്നെ BJPക്കും വലതുപക്ഷ ശക്തികൾക്കുമാകെ. ഇനിയൊരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്ത്യമായിരിക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം, ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പണം തരാതെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിന് ഇന്ത്യ ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കേണ്ടി വന്നു. എന്തിനാ കേസ് കൊടുത്തത്? കേരളം നമുക്ക് നൽകേണ്ട നികുതി വിഹിതം നൽകുന്നില്ല, നമ്മളെ വായ്പയെടുക്കാൻ അനുവദിക്കുന്നില്ല, സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശ്വാസം മുട്ടിക്കുന്നതിന്റെ കാരണം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും നടപ്പിലാക്കാത്ത സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ തകർത്താൽ മാത്രമേ, അതിനെ തച്ചുടച്ചാൽ മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ. ആ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ തകർക്കണമെങ്കിലോ ഈ ഗവൺമെന്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കണം.
അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4,22,000 വീടാണ് ഈ കേരളം ഈ കാലത്തിനിടയിൽ വെച്ചു കൊടുത്തത്. 4,22,000 വീട് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ ഒരു വീടിന് കൊടുക്കുന്ന പൈസ 4 ലക്ഷം രൂപ. ഒരു വീടിന് 4 ലക്ഷം. എത്രയാ കേന്ദ്ര ഗവൺമെന്റ് മോഡി കൊടുക്കുന്ന പൈസ? PMAY ഗ്രാമീൺ എത്രയാ കൊടുക്കുന്നത്? 72,000 രൂപ. 72,000 രൂപ. കേരളത്തിൽ എത്ര പേർക്കാണ് 72,000 രൂപ കിട്ടിയത്? 33,989 പേർക്ക്. കൃത്യം കണക്കാണ്. 33,989 പേർക്ക്. നമ്മൾ എത്ര കൊടുക്കുന്നത്? 4 ലക്ഷം. എത്ര പേർക്ക് കൊടുത്തു? 4,22,000 പേർക്ക് വീട് പണി പൂർത്തിയാക്കി. 5,18,000 പേർ എഗ്രിമെന്റ് വെച്ചു. 5,18,000 പേർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 72,000 ഉറുപ്പ്യ കൊണ്ട് കേരളത്തിൽ ഒരു കോഴിക്കോട് വെക്കാൻ പറ്റും? വീട് പോയിട്ട് കോഴിക്കോട് വെക്കാൻ പറ്റൂ? കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ കോഴിക്കോട്ട് ഒരു പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി അനുമതിക്കായിട്ട് വന്നു. എന്താ പദ്ധതി എന്നറിയോ? ആ പഞ്ചായത്തിലെ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആട്ടിൻകൂട് വെക്കാൻ 98,000 രൂപ വീതം സഹായം കൊടുക്കാനുള്ളതാണ്. ആട്ടിൻകൂടിന് 98,000 കൊടുക്കുന്ന കേരളത്തിലാണ് വീട് വെക്കാൻ 72,000 കൊടുക്കുന്നത് മോഡി. എന്നിട്ട് എന്താ BJP-ക്കാർ പറയുന്നത്? ഇതെല്ലാം മോഡിയുടെ വീടാണ് എന്നാണ്. 72,000 രൂപ കിട്ടണമെങ്കിലോ 72,000 രൂപ കിട്ടണമെങ്കിൽ ഒരു ലേബൽ ഒട്ടിക്കണം, PMAY എന്ന്. അതും പോരാ, ഒരു ചിത്രം ഒട്ടിക്കണം, അല്ലേ? 4 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ട് ഇന്നേ വരെ എവിടെയെങ്കിലും പിണറായി വിജയന്റെ ചിത്രം ആ വീട്ടിൽ ഒട്ടിച്ചാലേ പൈസ തരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ കേരളം ഒരു കാര്യം കേന്ദ്രത്തോട് പറഞ്ഞു, നിങ്ങൾ തരുന്ന 72,000 രൂപയ്ക്ക് ഒരു വീട്ടിലും ഒരു ചിത്രവും ലേബലും ഒട്ടിച്ചു വെക്കാനാവില്ല. കാരണം വീട് കിട്ടുന്നവരുടെ അവകാശമാണ്, സർക്കാർ കൊടുക്കുന്ന ഔദാര്യമല്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. ഇടതുപക്ഷത്തിന്റെ നിലപാടതാണ്. നമ്മൾ വീട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നില്ല പിണറായി വിജയൻ കൊടുക്കുന്ന ഔദാര്യം, ഇടതുപക്ഷം കൊടുക്കുന്ന ഔദാര്യം അല്ല. അത് ആ വീട് കിട്ടുന്ന മനുഷ്യരുടെ അവകാശം എന്ന നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീടിന്റെയും മുന്നിൽ ഒരു ചിത്രവും ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല. എങ്കിൽ പണം തരില്ല എന്ന് മോദി. പണം തന്നില്ലെങ്കിലും ആത്മാഭിമാനം പണയപ്പെടുത്തുന്ന പ്രശ്നമില്ല എന്ന് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്. ഇവർ തന്നിട്ടല്ലല്ലോ നമ്മൾ 4 ലക്ഷം റുപ്യ വെച്ച് കൊടുത്തത്, ആണോ? ആകെ തരുന്നത് എത്ര? 72,000. എത്ര ആൾക്ക് തന്നു? 33,000. നമ്മൾ കൊടുക്കുന്നത് എത്ര? 4 ലക്ഷം. എത്ര പേർക്ക് കൊടുത്തു? 5,18,000 പേർക്ക് കൊടുത്തു. 4,22,000 പേര് വീട് പണി പൂർത്തിയാക്കി. 4,22,000 പേർ നേരത്തെ സ്വന്തമായി വീടില്ലാത്തവർ ഇപ്പോൾ ഒരു വീടിന്റെ അടച്ചുറപ്പിന് കീഴിൽ, സുരക്ഷിതത്വത്തിന് കീഴിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുകയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് വീട് വെക്കാൻ 4 ലക്ഷം കൊടുക്കുന്നത്? ഏത് സംസ്ഥാനത്താണ് കൊടുക്കുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലുണ്ടോ? BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഉണ്ടോ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കേരളം കൊടുക്കുന്നത്ര വലിയ തുക വീട് വെക്കാൻ കൊടുക്കുന്നില്ല. അതാണ് കേരളത്തിന്റെ ബദൽ എന്ന് പറയുന്നത്. അതാണ് കേരളത്തിന്റെ ബദൽ, ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത് അതാണ്. ഏത് സംസ്ഥാനത്താണ് ലക്ഷക്കണക്കിന് വീടുകൾ ഒരുമിച്ച് വെച്ചു കൊടുത്തിട്ടുള്ളത്? ഇനിയും കിട്ടാനുണ്ട്, അത് വേറെ കാര്യം. ഇനിയും നമ്മൾ കൊടുക്കാനുണ്ട് വീടുകൾ. 72,000 വെച്ചാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമായിരുന്നു. വെറും 72,000 വെച്ചാണെങ്കിൽ ഇപ്പൊ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ പറ്റും. പക്ഷെ കൊടുക്കുന്നത് 4 ലക്ഷമാണല്ലോ. എത്ര രൂപയാണ് ചെലവാക്കിയതെന്ന് അറിയാമോ? 18,080 കോടി രൂപ. 18,080 കോടി രൂപയാണ് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ഖജാനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ചെലവാക്കി? ഇനി വേറൊന്നെടുക്കാം, പെൻഷൻ. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നത്. എത്രയാണ് പെൻഷൻ തുക? 1,600. 1,600 പേർക്ക്, അല്ല 1,600 രൂപ വീതം 62 ലക്ഷം പേർക്ക് നാം പെൻഷൻ കൊടുക്കുന്നു. ഒരു കൊല്ലം പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ചെലവാക്കുന്ന തുക എത്രയാണ്? 11,000 കോടി. 11,000 കോടിയാണ് ഒരു വർഷം പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക. വീട് വെക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ച തുക 18,080 കോടി. ഇങ്ങനെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ്.
മോഡി കൊടുക്കുന്ന പെൻഷൻ എത്രയാണ്? 200 രൂപ അല്ലേ? പിന്നെ 500 കിട്ടും ആരൊക്കെ? 80 വയസ്സ് കഴിഞ്ഞാൽ. 80 വയസ്സ് കഴിഞ്ഞാൽ 500, മിനിമം 200. നമ്മളോ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 1600 അല്ലേ? 1600 അല്ലേ? ചിലരൊക്കെ തലയാട്ടുന്നുണ്ട്, പക്ഷെ കണ്ടിട്ട് പെൻഷൻ വാങ്ങാനുള്ള പ്രായമായി എന്ന് തോന്നുന്നില്ല അല്ലേ? കണ്ടിട്ട് ചെറുപ്പക്കാരാണ്, പക്ഷെ തലയാട്ടുന്നുണ്ട്. അവർക്കും അറിയാം അവരുടെ വീട്ടിൽ പെൻഷൻ കിട്ടുന്ന ആളുകൾ ഉണ്ടാവും, വീട്ടിൽ പെൻഷൻ കിട്ടുന്നവരുണ്ടാവും. 11,000 കോടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതിൽ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികളുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയല്ലോ 1458 പേർ വേറെ സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന്, അനർഹരായ ആളുകളുണ്ട് എന്ന് കണ്ടെത്തി. അവരെയൊന്നും വെറുതെ വിടില്ല, അവരെ വെറുതെ വിടില്ല. അതിൻ്റെ പേരിൽ പെൻഷൻ അട്ടിമറിക്കാനും അനുവദിക്കില്ല. ഇപ്പം 1600 കൊടുക്കുന്നത്. 1600 കൊടുത്താൽ പോരാ എന്നാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഇനിയും കൂട്ടണം എന്നതാണ് LDF സർക്കാരിന്റെ നിലപാട്. 1600 ഇനിയും കൂട്ടണം എന്നതാണ്. ഇടയ്ക്ക് കുറച്ചു കാലം മുടക്കം വന്നിട്ടുണ്ട് അല്ലേ? 4-5 മാസത്തെ മുടക്കം വന്നു. ആ മുടക്കം വന്നതിൽ 2 മാസത്തെ ഇപ്പം കിട്ടിയില്ലേ? 2 മാസത്തെ കിട്ടി, ബാക്കിയുള്ളതും കൊടുക്കും. ഒരു കാര്യം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ കഴുത്തിന് പിടിക്കുകയാണ്, നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തരാനുള്ള പൈസ തരുന്നില്ല, കടം വാങ്ങാൻ അനുവദിക്കുന്നില്ല. ഈ ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പെൻഷനും ലൈഫിന്റെ കാശും അത് കൊടുക്കാതെ വേറൊരു കാര്യവും നടത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യത്തെ മുൻഗണന അതിനായിരിക്കും. നാട്ടുകാർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഉള്ള കാശ് കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. എന്നിട്ടും ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ 45 മീറ്ററിൽ അതിവിശാലമായിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. 6 മണിക്കൂർ കൊണ്ട്, ഇപ്പം 15 മണിക്കൂർ യാത്ര ചെയ്യുന്ന ദൂരം 2025 ഡിസംബർ ആവുമ്പോഴേക്കും, എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു കൊല്ലമാവുമ്പോഴേക്കും നാഷണൽ ഹൈവേയുടെ പണി മുഴുവൻ കഴിയും. അത് കഴിയുമ്പോൾ 15 മണിക്കൂർ യാത്രാ ദൂരം 6 മണിക്കൂറായിട്ട് കുറയും. കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ കേരളം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ മാറും. അത്ഭുതകരമായ മാറ്റം, കേരളത്തിൻ്റെ മുഖച്ഛായ മാറും. അതാണ് നാഷണൽ ഹൈവേ. പിന്നെയോ മലയോര ഹൈവേ, മലയോരത്തുകൂടി ഇപ്പം നമ്മൾ വന്നത് മലയോര ഹൈവേ, പിന്നെ അപ്പുറത്ത് തീരദേശ ഹൈവേ, തീരദേശത്തുകൂടി. അതായത് 3 ഹൈവേ ആണ്. അണ്ണാന്റെ പുറത്ത് വരച്ച വരയില്ലേ, അതുപോലെ 3 ഹൈവേ ആണ്. നടുവിലൂടെ ദേശീയപാത, തീരദേശത്തുകൂടി തീരദേശ ഹൈവേ, മലയോരത്തുകൂടി മലയോര ഹൈവേ. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ്. ഈ സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉണ്ടായിട്ടും ഇടുക്കിയിലേക്കുള്ള റോഡ് ഇത്ര ഗംഭീരമായി ആളുകൾ അറിഞ്ഞത് എങ്ങനെയാണ്? അരിക്കൊമ്പനെ കൊണ്ടുപോയപ്പോഴല്ലേ അറിഞ്ഞത് അല്ലേ? അരിക്കൊമ്പനെയും കൊണ്ട് ലോറി പോയപ്പോൾ ടെലിവിഷൻ ക്യാമറക്കാർക്ക് അത് കാണിക്കേണ്ടി വന്നു. അതുവരെ അവർ കാണിക്കാതെ രഹസ്യമാക്കി വെച്ച കാര്യമായിരുന്നു കേരളത്തിൽ ഇങ്ങനെയുള്ള റോഡുകളൊക്കെ ഉണ്ട് എന്നത്. അരിക്കൊമ്പന്റെ നേരെ ക്യാമറ പിടിച്ചപ്പോൾ അറിയാതെ എന്ത് വന്നു? ഈ റോഡ് കൂടി അതിൽ വന്നു. അപ്പോഴാണ് കേരളത്തിൽ ഇത്ര നല്ല റോഡുകളുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കിയത്. 4,22,000 വീട് കൊടുത്തു എന്നത് നമ്മുടെ പത്രക്കാരും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ലൊരു കാര്യവും ഇവർ പറയില്ല, നല്ല ഒരു കാര്യവും ഇവർ ജനങ്ങളോട് പറയാറില്ല. ഒറ്റ ദിവസം നമ്മൾ 20,000 വീടിന്റെ താക്കോൽദാനം നടത്തി. 20,000 വീടിന്റെ കൊല്ലത്ത് വെച്ചാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി. അന്ന് കേരളത്തിലാകെ 20,000 പുതിയ വീടുകളുടെ താക്കോൽദാനം നടത്തുകയാണ്. ഞാൻ പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കി, ഒരു വരി വാർത്തയില്ല, ഒരു വരി വാർത്തയില്ല. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നതിനൊപ്പം നിങ്ങൾ അരിക്കൊമ്പനെ കൂടി കൊണ്ടുവന്നാൽ ചിലപ്പോൾ വാർത്ത വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെയാണ് ക്യാമറ മുഴുവൻ അല്ലേ, മാധ്യമങ്ങൾ മുഴുവൻ. ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തരുത് എന്ന നിർബന്ധം ആർക്കുണ്ട്? ഈ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതൊന്നും ജനങ്ങളിൽ എത്താതിരിക്കാനാണ് അവർ ജാഗ്രത കാണിക്കുന്നത്. അവർക്ക് എന്തിലാണ് താല്പര്യം? വിവാദങ്ങളിൽ മാത്രമാണ് താല്പര്യമുള്ളത്, വിവാദങ്ങളിൽ മാത്രം. സർക്കാരിനെതിരായി വിവാദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കള്ളവിവാദങ്ങൾ പടച്ചുണ്ടാക്കുക. ഇതാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞിട്ടുണ്ടോ
കേരളത്തിന്റെ 1,07,500 കോടി രൂപ 7 കൊല്ലം കൊണ്ട് മോദി ഗവൺമെന്റ് തരാതെ വെട്ടി ചുരുക്കി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? 1,07,500 കോടി രൂപയാണ് 7 വർഷം കൊണ്ട് കേരളത്തിന് അവകാശപ്പെട്ട തുക നമുക്ക് നൽകാതിരുന്നത്. ആ 1,07,500 കോടി നമുക്ക് കിട്ടിയെങ്കിലത്തെ സ്ഥിതി എന്താ? കേരളത്തെ സ്വർഗമാക്കിയിട്ടുണ്ടാവും. അതിനെതിരെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. അതിനെതിരായിട്ടാണ്. പഴയ അമ്മാവന്മാരില്ലേ, ഇവിടെയൊക്കെ ഉണ്ടെന്നറിയില്ല, ഇവിടെയൊക്കെ നല്ല അമ്മാവന്മാരാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് എങ്ങനെയെന്ന് വെച്ചാൽ അമ്മാവന്മാരുടെ മരുമക്കത്തായാണ്, മരുമക്കൾക്കൊന്നും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, ദുഷ്ടന്മാരായിട്ടുള്ള അമ്മാവന്മാർ. അപ്പം മരുമക്കൾ ഭാഗം കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കും. അതുപോലെ ദുഷ്ടനായ അമ്മാവനെ പോലെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വയനാടല്ലേ, മേപ്പാടിയല്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് പതിവ് പോലെ ഉറങ്ങാൻ കിടന്ന ആളുകൾ പിറ്റേ ദിവസം കണ്ണു തുറന്നില്ല എന്ന് മാത്രമല്ല, ഒരു പ്രദേശം ഭൂമിയിൽ നിന്നും തന്നെ തുടച്ചു നീക്കപ്പെട്ടു. ഒരു പ്രദേശം, ആയിരക്കണക്കിന് വീടുകൾ, കെട്ടിടങ്ങൾ, മരങ്ങൾ, എല്ലാം, മൃഗങ്ങൾ, ജീവികൾ ഒന്നുമില്ലാതെ തുടച്ചെടുത്തതുപോലെ ഒരു പ്രദേശത്തെ ഉരുളെടുത്തു കൊണ്ടുപോയി. അല്ലേ? ഹൃദയഭേദകമായ ദുരന്തം. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. നമ്മളെല്ലാം എന്തു ചെയ്തു? കിട്ടിയതെല്ലാം സംഭാവനയായി കൊടുത്തില്ലേ? കിട്ടിയതെല്ലാം സംഭാവനയായി കൊടുത്തു. ഞാൻ തന്നെ നൂറുകണക്കിന് ആളുകളിൽ നിന്നുള്ള സംഭാവനകൾ വാങ്ങി. ഒരു മാസത്തെ പെൻഷൻ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും കഷ്ടപ്പാടുകളുടെയും എല്ലാം നടുവിലും സർക്കാർ തരുന്ന പെൻഷൻ ഇതാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞ എത്രയോ മുതിർന്ന പ്രായം ചെന്ന മനുഷ്യരുണ്ട്. കൊച്ചുകുട്ടികൾ അവരുടെ കുടുക്കയിലെ സമ്പാദ്യം കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നിട്ടുണ്ട്. ഇല്ലേ? ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ 20 കോടി രൂപയാണ് ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചത്. 20 കോടി രൂപ. കയ്യിൽ കിടക്കുന്ന വളയും കാതിൽ കിടക്കുന്ന കമ്മലുമെല്ലാം അതിലേക്ക് ഊരി സംഭാവന ചെയ്തവരുണ്ട്. പഴയ കൗമുദി ടീച്ചറെ പോലെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി വന്നപ്പോ കയ്യിലുള്ള ആഭരണങ്ങൾ മുഴുവൻ ഊരി ഗാന്ധിജിയെ ഏൽപ്പിച്ച കൗമുദി ടീച്ചറെ പോലെ അനേകം പേർ മേപ്പാടിയിലെ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യരെ സഹായിക്കാൻ തങ്ങളുടെ കയ്യിലും കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങൾ സംഭാവന ചെയ്തു. അപ്പൊ പറഞ്ഞു, മോദി വരുന്നു വയനാട്ടിലേക്ക്. എല്ലാ കണ്ണുകളും വയനാട്ടിലായിരുന്നു. മോദി വന്നു, ആർഭാടമായിട്ട് മോദി വന്നു. മേപ്പാടിയിലെ ദുരന്ത മേഖലകളിൽ മുഴുവൻ സന്ദർശനം നടത്തി. ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി. അവിടെ ആദ്യം കണ്ട ഒരു കൊച്ചുകുട്ടിയെ വാരിയെടുത്തു. ആ കുഞ്ഞിനെ ലാളിച്ചു. ഇടയ്ക്കിടയ്ക്ക് മോദി ഒളികണ്ണിട്ട് നോക്കി, ക്യാമറ ശരിക്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ, വേണ്ടത്ര ഫോട്ടോ എടുത്തു എന്നുറപ്പായപ്പോ കുഞ്ഞിനെ തിരിച്ചമ്മയെ ഏൽപ്പിച്ച് മോദി എവിടേക്ക് കയറി? ഡൽഹിയിലേക്ക് കയറി. മാസം 3 കഴിഞ്ഞു. ചില്ലിക്കാശ് ഇന്നേ വരെ സഹായം കിട്ടിയിട്ടില്ല. ഉണ്ടോ? ചില്ലിക്കാശ് സഹായം തന്നോ? അതേസമയം ആർക്കെല്ലാം കൊടുത്തു? വയനാടിന് സമാനമായ ദുരന്തം ഉണ്ടാകാത്ത, അല്ലെങ്കിൽ വയനാടുമായിട്ട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ഗുജറാത്തിന് കൊടുത്തു, ആന്ധ്രയ്ക്ക് കൊടുത്തു, ബീഹാറിന് കൊടുത്തു, മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ 4ഉം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ആന്ധ്ര BJP അല്ല ഭരിക്കുന്നത്, പക്ഷേ BJPയെ പിന്തുണയ്ക്കുന്ന ചന്ദ്രബാബു നായിഡുവാണ് ഭരിക്കുന്നത്. ബീഹാർ നിതീഷ് കുമാർ, BJPയെ പിന്താങ്ങുന്ന നിതീഷ് കുമാറാണ്. ഗുജറാത്തും മഹാരാഷ്ട്രയും ഇപ്പോൾ BJP ഭരിക്കുന്നു. 4 സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായം കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട മേപ്പാടിക്ക് കേരളത്തിന് ചില്ലിക്കാശിന്റെ സഹായമില്ല. ഇതാണ് വ്യത്യാസം. ഈ വിവേചനത്തെയാണ് കേരളം എതിർക്കുന്നത്. ആ വിവേചനത്തിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷം ഒരക്ഷരം പറയുന്നുണ്ടോ? ആ വിവേചനത്തിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ഒരക്ഷരം ഉരിയാടാൻ തയ്യാറുണ്ടോ? മാധ്യമങ്ങൾ അവരുടെ പീരങ്കികൾ മുഴുവൻ തിരിച്ചു വച്ചിട്ടുള്ളത് ആർക്ക് നേരെയാണ്? ഇടതുപക്ഷത്തിന് നേരെയാണ്, ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് നേരെയാണ്. മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ നേതാക്കൾക്കും നേരെ അവരവരുടെ ആയുധങ്ങൾ മുഴുവൻ തിരിച്ചു വച്ചിരിക്കുകയാണ്. മേപ്പാടിയിലെ ഹൃദയഭേദകമായ ദുരന്തമുണ്ടായിട്ട് പോലും നയാപൈസയുടെ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെയും BJPയെയും ഈ മാധ്യമങ്ങൾ വെള്ളപൂശാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും കാലത്ത് ഇവർ കേരളത്തിനോ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമോ നിന്നിട്ടുണ്ടോ?
BJP നിന്നിട്ടില്ല, കോൺഗ്രസും നിന്നിട്ടില്ല, ഈ മാധ്യമങ്ങളും നിന്നിട്ടില്ല. നിന്ന ചരിത്രമുണ്ടായിട്ടുണ്ടോ? 2018 പ്രളയമുണ്ടായി. എന്താ ഈ പത്തനംതിട്ട അതിൻ്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു സ്ഥലമല്ലേ 2018 പ്രളയം? ആ പ്രളയത്തിൽ നമ്മൾ രക്ഷിക്കാൻ വ്യോമസേന വന്നു, പട്ടാളം വന്നു, ഒക്കെ നല്ല കാര്യം. പക്ഷേ വന്നവർ തിരിച്ചു പോയതിൻ്റെ പിന്നാലെ ബില്ലും വന്നു അല്ലേ? വ്യോമസേനയ്ക്കുള്ള വിമാനത്തിൻ്റെ കാശ് ബില്ല് വന്നു. ആ പ്രളയമുണ്ടായപ്പോൾ നമ്മൾ കേന്ദ്രത്തോട് പറഞ്ഞു, കേരളത്തിന് കൂടുതൽ സഹായമായി അരി നൽകണം, പ്രളയത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്ക് അരി കൊടുക്കാൻ. അരി തന്നു, വെള്ളം ഇറങ്ങിയപ്പോൾ അരിയുടെ ബില്ലും വന്നു ഇല്ലേ? കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അന്നും തയ്യാറായില്ല എന്നതോ പോകട്ടെ, സഹായിക്കാൻ മുന്നോട്ട് വന്നവരെ എല്ലാം മുടക്കി. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 700 കോടിയുടെ സഹായം നമുക്ക് വാഗ്ദാനം ചെയ്തു. കാരണം ലക്ഷക്കണക്കിന് മലയാളികൾ ചേർന്ന് കെട്ടിപ്പടുത്ത രാജ്യമാണ് UAE. അവരതിൻ്റെ കടപ്പാട് നമ്മളോട് കാണിക്കാൻ 700 കോടിയുടെ സഹായം വാഗ്ദാനം ചെയ്തു. ഈ മോദിയുടെ ഗവൺമെന്റ് അവർ തരാനുള്ളത് തന്നുമില്ല എന്ന് പോട്ടെ, ഈ 700 കോടിയുടെ സഹായം വിലക്കി, വാങ്ങാൻ പാടില്ല എന്ന് കേരളത്തോട് പറഞ്ഞു ഇല്ലേ? എന്തൊരു പകയോടുകൂടിയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, എന്തൊരു ശത്രുതയോട് കൂടിയിട്ടാണ് അവർ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭമാണല്ലോ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സന്ദർഭമല്ലേ? അപ്പോഴാണ് കേരളത്തിലെ വലതുപക്ഷം, ആ വലതുപക്ഷത്തിന്റെ കുന്തമുനയായിട്ടുള്ള മാധ്യമങ്ങളും ചേർന്ന് കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നത്, പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം? ഇടതുപക്ഷ ഗവൺമെന്റിനോടുള്ള വിരോധം. ഈ ഗവൺമെന്റ് ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച നേടിയ ഇടതുപക്ഷ ഗവൺമെന്റാണ്. 1980 ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റിന് ഭരണ തുടർച്ചയുണ്ടാവുന്നത്. ഇടതുപക്ഷമോ വലതുപക്ഷമോ ആവട്ടെ, ആദ്യമായിട്ടൊരു ഗവൺമെന്റ് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നു. ഇനി ഇവരെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇനി എന്ത് വില കൊടുത്തും ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കണം, അല്ലെങ്കിൽ മൂന്നാമതൊരിക്കൽ കൂടി ഇവർ അധികാരത്തിൽ വരും. അത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ കേരളത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, കേരളത്തിലെ ഗവൺമെന്റിനെ, മുഖ്യമന്ത്രിയെ ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, പാലക്കാട്ടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും നിരന്നു നിന്നുകൊണ്ട് അപവാദ പ്രചരണങ്ങളുടെ ഘോഷയാത്ര സൃഷ്ടിച്ച കാലത്താണ് അല്ലേ? അപവാദ പ്രചരണങ്ങളുടെ മലവെള്ളപ്പാച്ചിലായിരുന്നു പ്രളയകാലത്ത് എന്നതുപോലെ. അപവാദത്തിന്റെ മലവെള്ളപ്പാച്ചിൽ, എന്തെല്ലാം അപവാദം പറഞ്ഞു പരത്തിയിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ആരോർക്കാൻ അല്ലേ? ഓരോന്നും ആരും ഓർക്കുന്നുണ്ടാവില്ല, പക്ഷെ ആകെ ഒരവമതിപ്പുണ്ടാക്കാൻ ആണ് അവർ ശ്രമിച്ചത്. എന്തെല്ലാം കഥകളാണ് പറഞ്ഞത്? സ്വർണ്ണക്കടത്തിന്റെ പേരിലായിരുന്നു പണ്ട്. ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്നായിരുന്നു കുറേ കാലം ടെലിവിഷൻ ചാനലിൽ, പത്രത്തിലെല്ലാം അല്ലേ? ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തി. പിന്നെന്താ പറഞ്ഞത്? ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി. അവസാനം ഈന്തപ്പഴം മുഴുവൻ തുരന്നു നോക്കിയപ്പോൾ കുരുവല്ലാതെ വേറൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടില്ല. കിട്ടിയോ? ED പോയ വഴിക്ക് പുല്ല് മുളച്ചോ? ED, CBI, പിന്നാരൊക്കെയായിരുന്നു? ആരാ വരാൻ? NIA ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ കേരളത്തിൽ? കേരളം മുഴുവൻ അരിച്ചു പെറുക്കിയില്ലേ ഇവര്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തെല്ലാമായിരുന്നു വാർത്തകൾ, ഓർക്കുന്നുണ്ടോ? കുരുക്ക് മുറുകുന്നു എല്ലാ ദിവസവും. ആരൊക്കെ ചേർന്ന കുരുക്ക് മുറുക്കുന്നത്? EDയും CBIയും NIAയും പിന്നെ BJPയും കോൺഗ്രസും എല്ലാവരും, മാധ്യമങ്ങളും. രാത്രി 8 മണിക്കാണ് മാധ്യമങ്ങളുടെ മുറുക്കൽ തുടങ്ങുക. 8 മണിക്ക് തുടങ്ങിയാൽ 4-5 ആൾ വട്ടത്തിലിരുന്ന് കുരുക്ക് മുറുക്കാൻ തുടങ്ങും. എന്നിട്ട് അവരിങ്ങനെ എഴുതി കാണിക്കും, കുരുക്ക് മുറുകുന്നു. ജലീലിന് കുരുക്ക് മുറുകുന്നു ഒരു ദിവസം, വേറെ ദിവസം വേറെ ആളുടെ പേര് കുരുക്ക് മുറുകുന്നു. കുരുക്ക് മുറുക്കിയവരുടെ കൈ തളം വെച്ചു എന്നല്ലാതെ ഒരു പോറലും കേരളത്തിൽ ഇടതുപക്ഷത്തെ ഏൽപ്പിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി ഒരു കേസെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞോ? അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നല്ലാതെ. എന്നിട്ട് അവർ നിർത്തിയോ? നിർത്തിയില്ല.
പിന്നെന്തൊക്കെ പ്രചരിപ്പിച്ചു? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പ്രചരിപ്പിച്ചു, ഇല്ലേ? ഓർക്കുന്നില്ലേ? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, കൈതൊപ്പിലെ പായയിൽ പണം കെട്ടി പൊതിഞ്ഞു കൊണ്ടുപോയി. എന്തെല്ലാം അപവാദങ്ങളാണ് ഇവർ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. കയ്യും കണക്കുണ്ടോ? വല്ല കയ്യും കണക്കുണ്ടോ? അതെല്ലാം കഴിഞ്ഞു. ഇപ്പോ കോടതിയുടെ മുമ്പിൽ ഇഡിയും CBIയും നിന്ന് വേർക്കുകയാണ്. സുപ്രീം കോടതി ചോദിച്ചു, തെളിവിന്റെ കണിക പോലുമില്ലാതെ ഈ കീറക്കടലാസുമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഇഡിയോട് ചോദിക്കുകയാണ്. മിണ്ടാട്ടമില്ല. അത് പൊളിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു കരുവന്നൂർ ബാങ്ക്, ഇല്ലേ? കരുവന്നൂർ ബാങ്ക്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഇഡി കൊണ്ടുവന്ന ഈ കുറ്റപത്രത്തിൽ പറയുന്നവരാരും കുറ്റം ചെയ്തതായിട്ട് തെളിവിന്റെ കണിക പോലുമില്ല, ഇനി ജയിലിലിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്ത് വിട്ടയച്ചില്ലേ? ജാമ്യം കൊടുത്ത് വിട്ടയച്ചില്ലേ? വാർത്ത വന്നോ? ജാമ്യം കൊടുത്തതിന്റെ വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എത്ര കാലമാണ് ഇവർ ആഘോഷിച്ചത് കരുവന്നൂരിന്റെ വിഷയം? എത്ര കാലം ആഘോഷിച്ചു? അന്ന് ആഘോഷിച്ചവർ തെളിവിന്റെ കണികയില്ല എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തപ്പോ മിണ്ടാട്ടമില്ലാത്തവരായിട്ട് മാറി. ഇങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്. വലതുപക്ഷത്തിന്റെ രക്ഷകരാരാണ്? മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ മൈനസ് വലതുപക്ഷം. കേരളത്തിലെ വലതുപക്ഷത്തിൽ നിന്ന് മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാൽ വട്ടപൂജ്യമാണ്. അവർക്കൊരു ചുക്കും ഇടതുപക്ഷത്തെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാധ്യമങ്ങളെ മുൻനിർത്തിയുള്ള അപവാദ പ്രചരണമാണ് നടക്കുന്നത്. അങ്ങനെയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ വലിയ വിവാദമാക്കും. പക്ഷെ അവരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. സതീശനും സുധാകരനും കൂടി മൈക്കിന് വേണ്ടി അടിപിടി കൂടി, ഇല്ലേ? കുട്ടികൾ മിഠായിക്ക് വേണ്ടി തല്ലുവിടുന്നത് പോലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഞാൻ ആദ്യം എന്നൊരാൾ മറ്റേ അയിമ്പിൽ പിടിച്ചു. അവസാനം മൈക്ക് 2 കഷ്ണമായി. അല്ല, ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു. വേറൊരു സന്ദർഭത്തിലോ പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് വിളിച്ച വാക്ക് അത് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും നിൽക്കണ്ട, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലേ? വിളിച്ച വാക്ക് എന്താന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ? എല്ലാവരും കേട്ടതല്ലേ? അതൊന്നും നമുക്ക് പറയാൻ കൊള്ളുന്ന വാക്കല്ല. ഒരു ലജ്ജയും ഇല്ലാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതിന്റെ ബാക്കി ഡിയർ എന്നായിരുന്നു എന്ന്. പ്രതിപക്ഷ നേതാവിനോട് ഇങ്ങനെയൊക്കെ പറയാമോ, നിങ്ങൾ എങ്ങനെയൊക്കെ വിളിക്കാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അത് അതിനൊക്കെ വലിയ തമാശ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ വിളിക്കുന്നത് കേട്ടാൽ നിങ്ങളൊക്കെ ഓടും എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലുതാണ് ഞാൻ വിളിക്കാറുള്ളതെന്ന്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, TV കണ്ടിട്ടുണ്ടാവും. ഇതാണ് കേരളത്തിലെ വലതുപക്ഷത്തിന്റെ പാപ്പരത്വം എന്ന് പറഞ്ഞാൽ. ഈ സംസ്കാരശൂന്യരായ വലതുപക്ഷ നേതൃത്വത്തെ വെളുപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാരാണ്? മാധ്യമങ്ങളാണ്. അവരുടെ എല്ലാ കൊള്ളരുതായ്മകളെയും മറച്ചുവെക്കും. എന്നിട്ട് അവരെ വിശുദ്ധന്മാരായി ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ആർക്കെതിരെ? ഇടതുപക്ഷത്തിനെതിരെ. എന്നിട്ട് ഈ മാധ്യമ പിന്തുണയോടുകൂടിയല്ലേ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നത്? ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ 2 മണ്ഡലം, നിയമസഭയിലേക്ക് 2 ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാട് ചരിത്രത്തിൽ ഇന്നേ വരെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ലാത്ത പുതിയ മണ്ഡലം വന്ന ശേഷം ഇന്നേ വരെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ല. പഴയ മണ്ഡലമാവുമ്പോഴും ആകെ 2 തവണ മാത്രം ജയിച്ച ഒരു മണ്ഡലം. ഡീലിമിറ്റേഷന് ശേഷം ഒരിക്കലും ജയിക്കാത്ത മണ്ഡലം. മാത്രമല്ല 2016 3-ാം സ്ഥാനത്ത്, 2021 വീണ്ടും വോട്ട് കുറഞ്ഞ് പിന്നെയും 3-ാം സ്ഥാനത്ത്, 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പിന്നെയും വോട്ട് കുറഞ്ഞ് 3-ാം സ്ഥാനത്ത്. പാലക്കാടിന്റെ മാത്രം കാര്യം പറഞ്ഞ് പടം വലങ്ങിയ പോലെയാണ്. കീഴ്പ്പെട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലമായിട്ട്. ചേലക്കരയോ ഒരു കാലത്ത് UDFന്റെ ഉറച്ച കോട്ട, കേരളത്തിലെ ഏറ്റവും ശക്തമായ UDF കേന്ദ്രം. സഖാവ് രാധാകൃഷ്ണൻ മത്സരിച്ച് പിടിച്ചെടുത്ത മണ്ഡലം. പിടിച്ചെടുത്ത ശേഷം തുടർച്ചയായി സഖാവ് രാധാകൃഷ്ണൻ ജയിച്ചു വന്ന സീറ്റ്. ഇതാണ് 2 മണ്ഡലം. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ KC വേണുഗോപാൽ പറഞ്ഞു, പാലക്കാട് ഞങ്ങൾ ജയിക്കും, സംശയമൊന്നുമില്ല, അതിൽ വലിയ കാര്യമില്ല. പക്ഷേ ചേലക്കരയിലെ വിജയമായിരിക്കും രാഷ്ട്രീയമായ വിജയം. ചേലക്കരയിലെ വിജയമായിരിക്കും രാഷ്ട്രീയ വിജയം. ആരാ പറഞ്ഞത്? KC വേണുഗോപാൽ. VD സതീശനോട് ചോദിച്ചു, ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതൊന്ന് കാണേണ്ടതാണ്. VD സതീശനോട് ചോദിച്ചു. അപ്പോൾ VD സതീശൻ പറഞ്ഞു, ഞാൻ ഉപതെരഞ്ഞെടുപ്പിൻ്റെ
ഭയങ്കര ആശാനാണ്, ഞാൻ വലിയ തന്ത്രജ്ഞനാണ്. ആര് പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. തൃക്കാക്കരയിൽ 25,000 വോട്ടിന് ജയിപ്പിച്ചത് മുഴുവൻ എൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിൽ 33,000 വോട്ട് ഭൂരിപക്ഷം കിട്ടും എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാനാണതിൻ്റെ ക്രെഡിറ്റ്, എനിക്കാണ്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അല്ലേ? ആ ഇൻ്റർവ്യൂവിൽ കാണണം. ഈ ഏതോ സിനിമയിൽ പറയുന്നില്ല, ഒറ്റ തള്ളാണ്. അതുപോലെ സതീശൻ്റെ തള്ളാണ്. എന്നിട്ട് സതീശൻ പറഞ്ഞു, ചേലക്കര ഞങ്ങൾ പിടിച്ചെടുക്കും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഞാൻ നടത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ നടത്തിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന് ചേലക്കരയിൽ കിട്ടിയ ഭൂരിപക്ഷം വെറും 5,000. ആ 5,000 മറികടക്കാൻ 5,000 വോട്ടല്ല 15,000 വോട്ട് ചേർത്തിട്ടുണ്ട്. ആര് ചേർത്തു? ഞാൻ ചേർത്തു. എന്നിട്ട് ഇന്റർവ്യൂവിൽ പറയാണ്, എങ്ങനെ ചേർത്തു എന്ന് നിങ്ങൾ ചോദിക്കരുത്, അത് രഹസ്യമാണ്, അതെന്റെ തന്ത്രമാണ്, ഞാൻ പുറത്തു പറയില്ല. 15,000 വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ എത്ര വോട്ടിന് ജയിക്കണം? 10,000 വോട്ടിന് ജയിക്കണം, അല്ലേ? 10,000 വോട്ടിന് ജയിക്കണം. പക്ഷെ ഞാൻ അത്രയ്ക്ക് പറയുന്നില്ല, 5,000 വോട്ടിന് ജയിക്കും. സതീശൻ പറഞ്ഞു. ഏത് 5,000 വോട്ടിനെ മറികടക്കാൻ 15,000 വോട്ട് അതീവ രഹസ്യമായി ചേർത്തു. അതുകൊണ്ട് 10,000 വോട്ടിന് ജയിക്കേണ്ടതാണ്, പക്ഷെ 5,000 വോട്ടിന് എന്തായാലും ജയിച്ചിരിക്കും. അതായിരുന്നു സതീശന്റെ തള്ള്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ചേലക്കരയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 6 മാസം മുമ്പ് കിട്ടിയ ഭൂരിപക്ഷം LDFന് സഖാവ് രാധാകൃഷ്ണൻ മത്സരിച്ചിട്ടും 5,000 വോട്ട് മാത്രമായിരുന്നുവെങ്കിൽ സഖാവ് UR പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷം 12,000-ലധികം. അപ്പൊ KC വേണുഗോപാൽ പറഞ്ഞത് പ്രകാരം രാഷ്ട്രീയ വിജയം ആരുടേതാണ്? ഇടതുപക്ഷത്തിനാണ് രാഷ്ട്രീയ വിജയം. ആ 5,000 മാത്രമല്ല കേട്ടോ, സതീശൻ രഹസ്യമായി ചേർത്ത 15,000 കൂടി മറികടന്നിട്ടാണ് 12,000-ന്റെ വിജയം. അപ്പൊ എത്ര? 27,000 വോട്ടിനാണ് ജയിച്ചത്. ശരിക്കും പറഞ്ഞാൽ സതീശൻ തന്നെ പറഞ്ഞതല്ലേ, ഞാൻ 15,000 വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്, അതിനെയും മറികടന്ന് 12,000 വോട്ടിനാണ് ജയിച്ചത്. സഖാബ് UR പ്രദീപ് തന്നെ 2016 മത്സരിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയം. മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് വീമ്പ് പറഞ്ഞ UDFന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. അപ്പൊ UDF പറയുന്നു, പക്ഷേ കയ്യിലുള്ള പാലക്കാട് ഞങ്ങൾ ജയിച്ചല്ലോ എന്നാണ്. പാലക്കാട് ഇന്നേ വരെ അവരെ ജയിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വടവലങ്ങ പോലെയാണ്. കീഴ്പ്പെട്ട 16 വോട്ട് കുറഞ്ഞു, 21 പിന്നെയും കുറഞ്ഞു, 24 പിന്നെയും കുറഞ്ഞു. പക്ഷേ പടവലങ്ങ മുകളിലേക്ക് വളരാൻ തുടങ്ങി. ഇപ്പൊ 2,250 വോട്ട് കൂടി. 6 മാസം മുമ്പ് നടന്ന പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 2,250 വോട്ട് ഇടതുപക്ഷത്തിന് എവിടെ കൂടി? പാലക്കാട്ട് കൂടി. BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരുന്നു? നമ്മൾ 3-ാം സ്ഥാനത്തായിരുന്നു. 2016 വ്യത്യാസം, 2019 വ്യത്യാസം, 21 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വ്യത്യാസം 14,000 വോട്ട്. ഇടതുപക്ഷത്തെക്കാൾ 14,000 വോട്ട് അധികം ആർക്ക്? BJPക്ക്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ 9,000 വോട്ട് BJPക്ക് അധികം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ BJPക്ക് അധികം കിട്ടിയത് വെറും 2,000 വോട്ട്. അപ്പൊ ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടായോ? ജയിച്ചില്ല എന്നുള്ളത് ശരി, കാരണം ഒരിക്കലും ജയിക്കാത്ത മണ്ഡലമാണ്. പക്ഷെ വോട്ട് കൂടിയോ? വോട്ട് കൂടി. BJPയുമായിട്ട് അന്തരം കുറച്ചോ? അന്തരം കുറച്ചു. അതാണ് പാലക്കാട്ട്. പിന്നെ UDF ജയിച്ചതിന്റെ കാര്യം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. UDFന് പിന്തുണ കൊടുത്തത് ആരൊക്കെയാണ്? SDPI, ജമാഅത്തെ ഇസ്ലാമി. ഏതാണ് SDPI? ജോസഫ് മാഷയുടെ കൈ വെട്ടിയ അതേ SDPI. വീടിന്റെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി ഭാര്യയുടെയും മക്കളുടെയും നൊന്തുപെറ്റ അമ്മയുടെയും കൺമുന്നിലിട്ട് മനുഷ്യരെ വെട്ടിനുറുക്കിക്കൊല്ലുന്ന അതേ SDPI എന്ന മതതീവ്രവാദ സംഘടന UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആ പിന്തുണ UDF സ്വീകരിച്ചു. ഇടതുപക്ഷത്തിന് മാത്രമേ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടായിട്ടുള്ളൂ. ഓർക്കണം,
RSSന്റെ വോട്ടും വേണ്ട, SDPIയുടെ വോട്ടും വേണ്ട, രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് പറഞ്ഞത് ഇടതുപക്ഷമാണ്. RSS മതരാഷ്ട്രവാദികളാണെങ്കിൽ അതുപോലെ തന്നെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ വടിവാളും ആയുധവുമായിട്ട് നടക്കുന്നവരാണ് SDPI. രണ്ടു കൂട്ടരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന തത്വാധിഷ്ഠിതമായിട്ടുള്ള ധീരമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയോ എന്നൊരു ചോദ്യം UDFന്റെ സ്ഥാനാർത്ഥിയോട്, ഇവിടുത്തുകാരനാ അല്ലേ, ഇവിടത്തുകാരനാണ്, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയോട് ഇലക്ഷൻ സമയത്ത് ചോദിച്ചു. ആ TV-യിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അറിയാതെ ചോദിച്ചതായിരിക്കും. ചോദിച്ചു SDPIയുടെ വോട്ട്. അപ്പോൾ സ്ഥാനാർത്ഥി എന്ത് ചെയ്തെന്ന് അറിയോ? അടുത്തിരിക്കുന്ന കയ്യിൽ നിന്ന് ഒരു ബെന്ന് വാങ്ങിയിട്ട് വായിൽ വെച്ചു. അപ്പോൾ മറുപടി പറയണ്ടല്ലോ. ബെന്ന് ചവച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു SDPIയുടെ വോട്ട് വേണ്ടെന്ന് അറിയോ? അപ്പോൾ സ്ഥാനാർത്ഥി ചൂടുള്ളൊരു കട്ടൻ ചായ വാങ്ങി ആ കട്ടൻ ചായ കുടിച്ചു. എന്നിട്ട് പറഞ്ഞു കട്ടൻ ചായക്ക് ഭയങ്കര ചൂടാണ്. ഇതിന് മാത്രം മറുപടി പറയുന്നില്ല. മറുപടി പറഞ്ഞില്ലല്ലോ. ഒരു സിനിമയിൽ ഇന്നസെന്റ് പോയി വരുന്നുണ്ട്, ഒരു വഴിക്ക് പോയി വരുമ്പോൾ ഭാര്യയായ KPSC ലളിത ചോദിക്കും പോയ കാര്യം എന്തായി എന്ന്. അപ്പോൾ ഇന്നസെന്റ് കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകുമ്പോൾ കാര്യം പറയും. അപ്പോൾ ഭാര്യ വീണ്ടും ചോദിക്കും പോയ കാര്യം എന്തായി. അപ്പം എന്ത് ചെയ്യും? തോർത്ത് വാങ്ങിയിട്ട് മുഖം തുടയ്ക്കും. അപ്പോൾ വീണ്ടും കറയും. അപ്പോഴും കാര്യം മനസ്സിലാവുന്നില്ല. അവസാനം പറഞ്ഞാൽ അത് തന്നെ പോയ കാര്യം. അതുപോലെ SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയുമോ? ബന്ന് ആദ്യം, പിന്നെ കട്ടൻ ചായ, മറുപടിയില്ല. ഉണ്ടോ? ഒരു കല്യാണ വീട്ടിൽ വെച്ച് LDFന്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ ഒരു കൈ നീട്ടി, കൈ തട്ടി മാറ്റി, കൈ കൊടുത്തില്ല. LDF സ്ഥാനാർത്ഥിക്ക് കൈ കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ NDFന്റെ ചോര പുരണ്ട കൈ പിടിക്കാൻ കോൺഗ്രസിന് യാതൊരു ലജ്ജയുമില്ല, ഒരു മനസാക്ഷി കുത്തില്ല. കാണണം. ലീഗിനുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ കോൺഗ്രസ് മാലയിട്ട് സ്വീകരിച്ചു. പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തെല്ലാമാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്? ഒരു പരിഷ്കൃത സമൂഹത്തിൽ, സംസ്കാര സമ്പന്നമായൊരു സമൂഹത്തിൽ ആരും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളാണ്. ഒരു 3,000-4,000 എണ്ണത്തിന്റെ കഴുത്തിൽ, ആരുടെ? ന്യൂനപക്ഷങ്ങളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ വംശഹത്യയുടെ ആഹ്വാനം നടത്തിയ വിദ്വേഷ പ്രചാരകനെ കോൺഗ്രസ് കൊണ്ടുപോയി ഖദർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസിൽ ചേർന്നതിന്റെ പിറ്റേ ദിവസം അയാൾ പറഞ്ഞു RSSന്റെ കാര്യാലയം ഉണ്ടാക്കാൻ എൻ്റെ തറവാടിൻ്റെ സ്വത്ത് കൊടുക്കും എന്ന്. ഏത്? കോൺഗ്രസ് ആയ ശേഷം സുധാകരൻ പറഞ്ഞു RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നവനാണ്. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവനും കാര്യാലയം ഉണ്ടാക്കാൻ ഭൂമി വിട്ടുകൊടുക്കുന്നവനുമൊക്കെയാണ് ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഗീയ ശക്തികളെയെല്ലാം ഒരുമിപ്പിച്ചാണ് SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS ഇവരുടെ എല്ലാം പിന്തുണയിലാണ് പാലക്കാട്ട് സ്വന്തം സീറ്റ് കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞത്. വോട്ടെണ്ണിക്കഴിഞ്ഞു, കോൺഗ്രസ് ജയിച്ചു, UDF ജയിച്ചു. ആദ്യത്തെ പ്രകടനം ആരുടെയാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ആഹ്ലാദ പ്രകടനം കോൺഗ്രസിന്റെ പ്രകടനമല്ല, UDFന്റെ പ്രകടനമല്ല. ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI എന്ന മതതീവ്രവാദ സംഘടനയാണ്. അത് കേരളത്തിനാകെയുള്ള മുന്നറിയിപ്പാണ്, കേരളത്തിനാകെയുള്ള ആപൽ സൂചനയാണ്. UDFന്റെ വിജയം ആരെയാണ് ആഹ്ലാദിപ്പിക്കുന്നത്? UDFനുണ്ടാകുന്ന വിജയം ആരാണ് ആഘോഷിക്കുന്നത് എന്നത് കേരളത്തിനുള്ള മുന്നറിയിപ്പാണ്. SDPI പറഞ്ഞു ഇത് ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങൾ നേടിക്കൊടുത്ത വിജയമാണ്. UDFന് മതതീവ്രവാദികളുടെ ഔദാര്യത്തിൽ നേടിയ വിജയമായി പാലക്കാട്ട് വിജയം മാറി. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് വിജയിച്ചത്. ഏത് ജമാഅത്തെ ഇസ്ലാമി? ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. കമ്മ്യൂണിസ്റ്റുകാർ എല്ലായിടത്തും ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ്. ഓരോ സ്ഥലത്തും ന്യൂനപക്ഷം വേറെയിരിക്കും. ന്യൂനപക്ഷം വേറെ. നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ അവകാശം സംരക്ഷിക്കാൻ പോരാടും. ആ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് കേട്ടോ BJPയുടെ കൂടെ ചേർന്ന് കശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CPIMന്റെ നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ തോൽപ്പിക്കാൻ
ജമാഅത്തെ ഇസ്ലാമിയും BJPയും ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി. ഇവർ ഇരുകൂട്ടരും ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും 5ാമത്തെ തവണയും മുഹമ്മദ് യൂസഫ് തരിഗാമി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് കശ്മീർ നിയമസഭയിലെത്തി. തോൽപ്പിക്കാനായില്ല. അപ്പൊ അവർക്കൊക്കെ വിരോധം ജമാഅത്തെ ഇസ്ലാമിക്ക് RSSനേക്കാൾ വിരോധം ആരോടാണ്? CPMനോടാണ്, ഇടതുപക്ഷത്തോടാണ്. SDPIക്ക് RSSനേക്കാൾ വിരോധമാരോടാണ്? ഇടതുപക്ഷത്തോട് ആണ്. ആ വിരോധത്തെ മുഴുവൻ മുതലെടുത്ത് കോൺഗ്രസ്, ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS ഈ കൂട്ടുകെട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ വലതുപക്ഷ കൂട്ടുകെട്ട് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തിരിച്ചടികൾ ഉണ്ടായാൽ പിന്മടങ്ങുന്ന പ്രസ്ഥാനത്തിന്റെ പേരല്ല ഇടതുപക്ഷം എന്നത്. തിരിച്ചടികളെ നേരിട്ടുകൊണ്ട് പോരാട്ടത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. RSSനും BJPക്കുമെതിരായിട്ടുള്ള പോരാട്ടം പോലെ തന്നെ പ്രധാനമാണ് SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള മതതീവ്രവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടവും. ആ മതതീവ്രവാദികളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ നടപ്പിലാക്കും. അതിനുവേണ്ടി ഈ ഗവൺമെന്റിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ കഴിയണം. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ളതാണ്. സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ഇന്ത്യയിലെയും കേരളത്തിലെയും ഗൗരവമുള്ള രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഇടതുപക്ഷത്തിനും CPIMനും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതിന്റെ ഭാഗമായി ചേർന്ന മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.